Welcome. Let's take a moment to understand what tremors are and how we can approach them effectively. നമസ്കാരം. നമ്മുടെ ഈ പുതിയ ആരോഗ്യ വിശകലനത്തിലേക്ക് സ്വാഗതം. നോക്കൂ, പെട്ടെന്നൊരു ദിവസം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾ പതിയെ വിറയ്ക്കാൻ തുടങ്ങിയാൽ ഉള്ളൊന്ന് കാളും, അല്ലേ? അത് വളരെ സ്വാഭാവികമാണ്. എന്തൊക്കെയോ ചിന്തകൾ അപ്പോൾ മനസ്സിലൂടെ ഓടും. ഒരുപക്ഷേ ഇത് പാർക്കിൻസൺസിന്റെ തുടക്കമാണോ എന്നൊക്കെയുള്ള ഭയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടാകാം. അപ്പോൾ ആ ഭയത്തെ നമുക്ക് ശാസ്ത്രീയമായി തന്നെ നേരിടാം. കാര്യങ്ങൾ കൃത്യമായൊന്നും മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇതാണ്: എല്ലാ വിറയലും ശരിക്കും പാർക്കിൻസൺസ് ആണോ? പലരുടെയും ഉറക്കം കെടുത്തുന്ന, നിങ്ങളെയും ഇപ്പോൾ അലട്ടുന്ന അതേ ചോദ്യം. ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള കൃത്യവും വ്യക്തമായ മറുപടിയാണ് നമ്മൾ ഇന്ന് തേടുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം തരുന്നൊരു കാര്യം ഞാൻ പറയാം. വിറയൽ എന്നു പറയുന്നത് വെറുമൊരു ലക്ഷണം മാത്രമാണ്. അതൊരു രോഗമല്ല. ഒന്നാലോചിച്ചു നോക്കൂ, നമുക്കൊരു ചുമ വന്നാൽ അതെപ്പോഴും ന്യൂമോണിയ ആണെന്ന് നമ്മൾ പറയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. കൈയൊന്ന് വിറച്ചാൽ ഉടനെ അത് പാർക്കിൻസൺസ് ആകണമെന്നില്ല. സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളിലും ഈ വിറയലിനു പിന്നിൽ തീരെ ചെറിയ മറ്റു പല കാരണങ്ങളുമാകും ഉണ്ടാകുക. എങ്കിൽ പിന്നെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് എങ്ങനെയാണ് ഈ വിറയലിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക? അതൊരു ഒന്നൊന്നര ഡിറ്റക്റ്റീവ് പണിയാണ്. കേട്ടപാടി ഡോക്ടർ വലിയ ടെസ്റ്റ് എഴുതി തരുകയൊന്നുമില്ല. പകരം അവർ നിങ്ങളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയും. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ, പഴയ അസുഖങ്ങൾ, അങ്ങനെ ആ അന്വേഷണം തുടങ്ങുകയായി. ഇതിൽ വിറയൽ എങ്ങനെ, എപ്പോൾ തുടങ്ങുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു കപ്പ് ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ആണ് നിങ്ങളുടെ രണ്ട് കൈകളും വിറയ്ക്കുന്നതെങ്കിൽ അതിനെ എസെൻഷ്യൽ ട്രെമർ എന്ന് പറയും. അത് വളരെ സാധാരണമാണ്. എന്നാൽ മറിച്ച് നിങ്ങളുടെ കൈകൾ മടിയിൽ വെച്ച് വെറുതെ വിശ്രമിക്കുമ്പോഴാണ് വിറയൽ അനുഭവപ്പെടുന്നതെങ്കിലോ, അതും ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രമാണെങ്കിലോ, അത് ചിലപ്പോൾ പാർക്കിൻസൺസിന്റെ ഒരു ലക്ഷണമാകാം. കണ്ടില്ലേ, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഈ വിറയലിനു പുറമെ ഡോക്ടർമാരെ തിരയുന്ന മറ്റു ചില സൂചനകൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് മണം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? കഠിനമായ മലബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഇനി ഉറക്കത്തിൽ അറിയാതെ കൈകാലുകളിട്ടടിക്കോ സംസാരിക്കുകയോ ചെയ്യാറുണ്ടോ? ഇതൊക്കെ ഡോക്ടർമാർ ചോദിക്കും. ഇതിലൊക്കെ രസകരമായ മറ്റൊരു കാര്യമെന്താണോ? ചിലപ്പോൾ നമ്മൾ ദിവസവും കഴിക്കുന്ന ഏതെങ്കിലും സാധാരണ മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് പോലും ഇങ്ങനെ വിറയൽ വരാം. അതും അവർ ചോദിച്ചറിയും. ശരി, അപ്പോൾ ഡോക്ടർ നിങ്ങളുടെ വിവരങ്ങളൊക്കെ കേട്ടു. ഇനി അടുത്ത പടി എന്താണ്? നിങ്ങളുടെ ചലനങ്ങളെ നേരിട്ട് നിരീക്ഷിക്കുക. നിങ്ങൾ എങ്ങനെ മുറിയിലിരിക്കുന്നു, എങ്ങനെ എഴുന്നേൽക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നൊക്കെ അവർ വളരെ സൂക്ഷ്മമായി പരിശോധിക്കും. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഡോക്ടർ പ്രധാനമായും നോക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ചലനങ്ങൾക്ക് എന്തെങ്കിലും വേഗത കുറവുണ്ടോ എന്ന് നോക്കും. വിരലുകൾ ചലിപ്പിക്കാനോ എഴുന്നേൽക്കാനോ സാധാരണയിൽ കൂടുതൽ സമയമെടുക്കുന്നുണ്ടോ? 2, പേശികളുടെ മുറുക്കം, അതായത് കൈകാലുകൾ അനക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കും. പിന്നെ 3ാമത്തെ കാര്യം നിങ്ങളുടെ നടത്തമാണ്. നടക്കുമ്പോൾ കൈകൾ സ്വാഭാവികമായി വീശുന്നുണ്ടോ? ശരീരത്തിന് നല്ല ബാലൻസ് ഉണ്ടോ? ഇതൊക്കെ അവർ കൃത്യമായി നോക്കും. ഈ പ്രാഥമിക പരിശോധനകളൊക്കെ കഴിയുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പക്ഷേ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഡോക്ടർമാർ ചികിത്സിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾ പൂർണ്ണമായി മാറ്റാനും കൃത്യമായി എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനും വളരെ ശാസ്ത്രീയമായ ചില ടെസ്റ്റുകൾ കൂടിയുണ്ട്. ഇതിനായിട്ട് വ്യക്തമായ ചില പടികളുണ്ട്. ആദ്യം തന്നെ ഒരു സാധാരണ രക്തപരിശോധനയായിരിക്കും. നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടാണോ ഈ വിറയൽ എന്ന് കണ്ടെത്താനാണത്. അടുത്തതായി തലച്ചോറിന്റെ ഘടനയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കാൻ ഒരു MRI സ്കാൻ നിർദ്ദേശിച്ചേക്കാം. എന്നിട്ടും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ? അങ്ങനെ രോഗനിർണയത്തിൽ അല്പം സംശയമുള്ള സാഹചര്യങ്ങളിൽ മാറ്റം ചെയ്യുന്ന ഒരു പ്രത്യേക സ്കാനിംഗ് ആണ് ഡാറ്റ് സ്കാൻ. ഇതൊരു വളരെ കൃത്യമായ പരിശോധനാ രീതിയാണ്. ശരി, ഇനി നിങ്ങളൊന്ന് ദീർഘമായി ശ്വാസമെടുക്കൂ. കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഈ ഒരു വിശകലനത്തിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണെന്ന് ഞാൻ പറയാം. എന്ത് തന്നെയായാലും നിങ്ങൾ ഒട്ടും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. കാരണം വൈദ്യശാസ്ത്രം ഇന്ന് ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. വിദഗ്ധർ ഉറപ്പു നൽകുന്ന ഒരു കാര്യമുണ്ട്: പരിശോധനകൾക്ക് ശേഷം ഇത് പാർക്കിൻസൺസ് ആണെന്ന് തെളിഞ്ഞാൽ പോലും നിങ്ങൾ തളർന്നു പോകരുത്. ഇന്ന് ലഭ്യമായ അത്യാധുനിക ചികിത്സകളിലൂടെ ഇതിന്റെ ലക്ഷണങ്ങളെ പൂർണ്ണമായും നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. കൃത്യമായ മരുന്നുകളും ഒപ്പം നല്ല ചിട്ടയായ വ്യായാമവും ഉണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്കൊപ്പം വളരെ സാധാരണമായ സജീവമായ ഒരു ജീവിതം നിങ്ങൾക്ക് തീർച്ചയായും നയിക്കാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല.
അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറയൂ, നിങ്ങളുടെ വിറയലിനെക്കുറിച്ചുള്ള ഈ അനാവശ്യമായ ഭയവും ഉത്കണ്ഠയും മാറ്റിവെച്ച് വ്യക്തതയോടെ ഒരു ഡോക്ടറെ പോയി കാണാൻ നിങ്ങളിപ്പോൾ തയ്യാറല്ലേ? ഓർക്കുക, നമ്മളെ നയിക്കേണ്ടത് ഭയമല്ല, മറിച്ച് കൃത്യമായ അറിവാണ്. നിങ്ങൾക്കിനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ പോയി കാണുക. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഒപ്പം ചേർന്നതിന് വലിയൊരു നന്ദി.